ഇതാണ് ശാന്തിഗിരി ആശ്രമം. ഇതാണ് ശാന്തിഗിരി ആശ്രമം. ഇവിടെ പുഷ്പാഞ്ജലി കൗണ്ടറിൻ്റെ അടുത്താണ് ഞാൻ നിൽക്കുന്നത്. ശാന്തിഗിരി ആശ്രമം എന്ന് പറഞ്ഞാൽ കരുണാകര ഗുരു തുടങ്ങി വെച്ച ഒരു പുണ്യ സ്ഥലമാണ്. ഇതാണ് താമര പർണശാല. നവജ്യോതി ശ്രീ കരുണാഗുരുവിൻ്റെ താമര പർണശാലയാണ്. 1999 മെയ് 6 ഗുരു കാലാന്തര രൂപിയായി ഇവിടെ ശയിക്കുന്നു. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇതാണ് ആ താമര പർണശാല. ഇപ്പോൾ ഗുരുവിനെ കാണാൻ പോവുകയാണ്. ഗുരു സംപൂജയെ കാണാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഗുരുവിൻ്റെ ഫംഗ്ഷന് വേണ്ടി വന്നതാണ്. ധോണി മൻമോഹൻ സിംഗ്. ഗുരു ഉപയോഗിച്ച ഇതൊക്കെ ചുമ്മാ ഇതെല്ലാം ഷോക്ക് ഈട്ടിത്തടിക്ക് ചെയ്തിരിക്കുന്നത്. പീസസ് ജോയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓ അങ്ങനെ ഒറ്റത്തടി കിട്ടും എത്ര ചെയ്യാം. ഇത് ഗുരു ഉപയോഗിച്ചിരുന്ന ആ ടൈം ഉപയോഗിച്ചിരുന്ന വാഹനമാണ് ജീപ്പ്, പത്മിനി, ഫിയറ്റ്, അംബാസ് വണ്ടി. ഗുരുവിന് മാത്രം ഉപയോഗിച്ചിരുന്ന ആംബുലൻസ്. ഇതെല്ലാം അതിന്റെ സ്മരണയ്ക്കായി സൂക്ഷിക്കപ്പെടുന്നു. അപ്പോൾ നേരത്തെ കേട്ട പോലെ തന്നെ ഗുരു അന്ന് ജീവിച്ചിരുന്ന സമയത്ത് ഉപയോഗിച്ചിരുന്ന വാഹനങ്ങളൊക്കെ ആയിരുന്നു. നവജ്യോതി കരുണാകര ഗുരു യാത്ര ചെയ്തിരുന്ന ബസ് 1983 ആശ്രമത്തിൽ ആദ്യമായി KSRTC നിന്നും ലേലത്തിലെടുത്ത ബസ്സാണ് ഇവിടെ കാണുന്നത്. ഗുരു അക്കാലത്ത് ഈ ബസ്സിനാണ് യാത്ര ചെയ്തത്. പിന്നീട് ഈ ബസ് ആശ്രയ പ്രചാരണത്തിനും ആതുര സേവനത്തിനും സന്ദേശവാഹന യത്നത്തിനും വേണ്ടി കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സേവനത്തിൽ ലഭിച്ചു. ഇത് താമര ശില ഉണ്ടാക്കുന്നതിന് മുമ്പ് മുന്നോടിയായി ചെയ്ത മാതൃകാ രൂപകൽപ്പനയാണ്. ശാന്തിഗിരി വിദ്യാഭവൻ്റെ തറക്കൽ 1978 ഗുരു സ്ഥാപിച്ചത്. ഇതുള്ളത്തെ കാഴ്ചകളാണ്. ശാന്തിഗിരി ആശ്രമം ചുറ്റി നടക്കുന്നത് മനോഹരമായ കാഴ്ചകളാണ് ഇവിടെയുള്ളത്. ശാന്തിഗിരി ആശ്രമത്തിൽ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. ഒക്ടോബർ 2 മുതൽ നവംബർ 10 വരുന്ന ലാസ്റ്റ്. മനോഹരമായ കാഴ്ചകളുടെ അവിടെ നിന്ന് കണ്ട ആ താമരയുടേത് അതാണ് ശാന്തിഗിരി ആശ്രമം. ശാന്തിഗിരി ആശ്രമത്തിലെ ഭക്ഷണം കൊടുക്കുന്ന സ്ഥലമാണ്. അതിൻ്റെ സമയം കൂടി ഞാൻ അറിയിക്കാം.
ഇത് ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ശുദ്ധജലമാണ്. കരുണാ ശുദ്ധജലം. വാക്കാണ് സത്യം, സത്യമാണ് ഗുരു, ഗുരുവാണ് ദൈവം. അബ്ദുൽ കലാം ഇവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു 2015. ആ കലാസ്മൃതി മണ്ഡപം. സാമൂഹ്യ സുരക്ഷയും പ്രദാനം ചെയ്യും. ഒരു പുതിയ ആത്മീയ പന്ഥാവ സൃഷ്ടിച്ച് അവരെ മതത്തിന്റെയും ജാതിയുടെയും മതിൽക്കെട്ടുകളിൽ നിന്നും മുക്തരാക്കി. കുടുംബജീവിതത്തിന്റെ ഉത്കൃഷ്ടമായ നന്മയിലേക്ക് നയിച്ച് വൈകല്യങ്ങളില്ലാത്ത ഒരു പുത്തൻ തലമുറയെ ജനിപ്പിക്കുവാനുള്ള അറിവ് നൽകി. അങ്ങനെ ഗുരുവിന്റെ പാത ആയിരങ്ങൾക്ക് വിമോചന മതമായി മാറി. ഗുരുവിന്റെ ഭൗതിക ശരീരം വെണ്ണക്കരയിൽ പണിതെടുത്ത ഈ താമര പർണശാലയിൽ ദിവ്യപൂജാ സമർപ്പണം ഏറ്റുവാങ്ങി വിശ്രമം കൊള്ളുന്നു. 2001 ഗുരുസ്ഥാനീയ ശിഷ്യപൂജിത അമൃതജ്ഞാന തപസ്വിനി ഈ ദിവ്യ സൗധത്തിന്റെ ശിലാസ്ഥാപനം നടത്തി. സ്വർണ്ണ നിർമ്മിതമായ ഗുരുരൂപം പ്രതിഷ്ഠിച്ചുകൊണ്ട് ശിഷ്യപൂജിത 2010 സെപ്റ്റംബർ 12 പർണശാല മാനവരാശിക്ക് തുറന്നുകൊടുത്തു. ഇതാണ് ആദ്യമായിട്ട് ഗുരു ഇവിടെ വന്നപ്പോൾ കെട്ടിപ്പണിത പർണശാല. ശാന്തിഗിരി ആശ്രം വാസ് ഫൗണ്ടഡ് ബൈ നവജ്യോതി ശ്രീ കരുണാകര ഗുരു 11th November 1964. This is a replica of Guru's first Parnashala, a hut made of painted coconut leaves, where Guru lived till 1974. അവസാനമായിട്ട് ദി എയിം ഓഫ് ശാന്തിഗിരി ആശ്രമിലാണ്. ഇതാണ് ശാന്തിഗിരി ആശ്രമത്തെ കുറിച്ചുള്ള വീഡിയോ. പിന്നെ നല്ലൊരു അനുഭവമായിരുന്നു. എല്ലാവരും ഒരിക്കലെങ്കിലും ഇവിടെ വരണം.